മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 18. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ 3-അംഗ സംഘം ഉടൻ സംസ്ഥാനത്ത് എത്തും. ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിൽ ഉള്ള സമിതിയാണ് എത്തുന്നത്. കൂരിയാട്ടെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരുന്നു. അതേസമയം കുരിയാട് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. നിർമ്മാണ അപാകതയിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും നവമി ദിനേശും ആണ് ചേരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ നേരത്തെ ദേശീയപാത ഇടിഞ്ഞു വീണതിൻ്റെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇടിഞ്ഞു വീഴുന്ന ദേശീയപാത തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം സംസ്ഥാനത്ത് പല ഭാഗത്തും ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നു, അല്ലെങ്കിൽ ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെടുകയോ മണ്ണിടിയുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഭയാനകമാകുന്ന തരത്തിൽ തന്നെയാണ് ഈ മണ്ണിടിഞ്ഞു വീഴുന്നത്, അല്ലെങ്കിൽ ദേശീയപാത തകർന്നു വീഴുന്നത് എന്നതാണല്ലോ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അഭിലാഷ്, ഇത് ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന ആ തൊട്ട് ആദ്യം വീണതിന്റെ തൊട്ട് പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ആ കട്ടകളൊക്കെ വീഴുന്നതിന്റെ പൊടി ഉയരുന്നതും, അവിടെ വാഹനത്തിൽ ആ സമയത്ത് സഞ്ചരിച്ചിരുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉറക്കെ നിലവിളിക്കുന്നതും, അതോടൊപ്പം തന്നെ പാടത്തെ ആ സുരക്ഷാഭിത്തിക്ക് അപ്പുറമുള്ള പാടത്തിലെ മണ്ണ് ഉയർന്നു നിൽക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇത് കുരിയാട് ദേശീയപാതയിലെ ആ നിർമ്മാണം അത് ഇടിഞ്ഞു വീണ സമയത്തുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയ ഒരു അപകടം അത് നടന്നതിൻ്റെ തൊട്ട് പിന്നാലെയുള്ള ദൃശ്യങ്ങൾ. നമ്മൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായ നാശനഷ്ടം, ആ ദുരന്തം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ പിന്നീട് വിശദമായിട്ട് കണ്ടതാണ്. ഇപ്പോഴും ആ ഒരു മേഖലയിലെ ഈ അപകടത്തിന് വഴിയൊരുക്കിയതിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇനിയും വരാനുണ്ട്. പക്ഷേ ആ ഒരു മേഖലയുടെ ഭൂഘടനയ്ക്ക് അനുയോജ്യമായിരുന്നില്ല ആ നിർമ്മാണമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രദേശവാസികളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് പോലെ ഈ ഒരു മണ്ണിൻ്റെ ആ പാടത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ മണ്ണ് നിറച്ച് ആ ഒരു മേഖലയിലെ ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുത്തി ഉണ്ടാക്കിയ ആ നിർമ്മാണം അത് ആ ഒരു പ്രദേശത്തിന് താങ്ങാൻ കഴിയുന്നതിലും വലിയ ഭാരമാണ് തീർത്തിട്ടുള്ളത്. അത് ഈ ഒരു മഴ പെയ്തപ്പോൾ തന്നെ പൊതുവെ ജലം കെട്ടിക്കിടക്കുന്ന ഭൂമിക്കടിയിൽ ഒരുപാട് ജലസ്രോതസ്സുകൾ ഒഴുകിയിരുന്ന ഒരു വഴിയിൽ മഴക്കാലം കൂടി വരുന്നതോടെ ഈ ഒരു സാഹചര്യം കുറെ കൂടി ദുഷ്കരമാവുന്ന ഒരവസ്ഥയാകും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ കുരിയാട് മാത്രമല്ല, സമാനമായിട്ട് ദേശീയപാത വയൽ നികത്തി കടന്നു പോകുന്ന എല്ലാ മേഖലയിലും സമാനമായൊരു ആശങ്ക ഉയർത്തുന്നതാണ് കുരിയാടുണ്ടായ അപകടം. ഇപ്പോൾ നമ്മൾ ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ അപകടം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെയുള്ളതാണ്. പ്രദേശത്തുള്ള ഒരു വ്യക്തി പകർത്തിയ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആർക്കും കണ്ടു കഴിഞ്ഞാൽ ആ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ പേടി തോന്നുന്ന കാഴ്ചയാണിതെന്ന് പറയാതെ പറ്റില്ല അഭിലാഷ്. തീർച്ചയായും അവിടെ അനുമോദ്, ഇന്നിപ്പോൾ വിദഗ്ധ സംഘം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സംഘം എത്തുന്നുണ്ട്. 3-അംഗ സംഘം ഉടൻ സ്ഥലത്ത് എത്തും എന്നുള്ളതാണ് വിവരം. അപ്പോൾ പോലും നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്. അതിൽ മലനാടും ഇടനാടും തീരപ്രദേശങ്ങളുമൊക്കെ സമ്മിശ്രമായിട്ടുള്ള പ്രത്യേകമായ ഒരു ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത്. ഇവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ മഴയെത്തുമ്പോൾ തന്നെ ഇതാണ് സാഹചര്യമെങ്കിൽ ഒരുപക്ഷെ ഈ പാത കടന്നു പോകുന്ന പരിസര പ്രദേശങ്ങളിലടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഇടിഞ്ഞു താഴുമ്പോൾ അനുമോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ തൊട്ടു താഴെയായുള്ള വയൽ പ്രദേശത്തേക്ക് ആ മണ്ണും ഇളകി മാറുന്നത് തകിടി പോലെ രൂപപ്പെട്ട്